VSG's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡിൻ്റെ 26ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോണമിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സെക്ടേഴ്സിനെ കുറിച്ചാണ് ചർച്ച. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇക്കണോമിക് സെക്ടേഴ്സ്. ഇക്കണോമിക് സെക്ടറിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പല സെക്ടറുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. പ്രധാനമായും ബേസ് ചെയ്തിരിക്കുന്നത് 3 സെക്ടേഴ്സായിട്ടാണ്. അതായത് ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി, രണ്ടാമത്തെ ഓൺ ദ ബേസ് ഓഫ് പീപ്പിൾ ആർ എംപ്ലോയിഡ്, മൂന്നാമത്തെ ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്. ഈ ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റിയിൽ ബേസിൽ പ്രൈമറി സെക്ടർ എന്നും സെക്കൻഡറി സെക്ടർ എന്നും ടെർഷ്യറി സെക്ടർ എന്നും 3 സെക്ടേഴ്സും, ഓൺ ദ ബേസ് ഓഫ് പീപ്പിൾ ആർ എംപ്ലോയിഡ് ബേസിൽ ഓർഗനൈസ്ഡ് സെക്ടർ എന്നും അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും, അതുപോലെ ഓൺ ദ ബേസ് ഓഫ് അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിൽ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് ജോയിൻറ്റ് സെക്ടർ എന്നും ആയിട്ടാണ് ഇക്കോണമിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഈ സെക്ടേഴ്സ് വഴി കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഏതൊക്കെ സെക്ടറിലാണ് അല്ലെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ആദ്യത്തെ ഉദ്ദേശം. രണ്ടാമത്, ഒരു രാജ്യത്തിൻ്റെ GDP അല്ലെങ്കിൽ GDP അതുപോലെ തന്നെ നാഷണൽ ഇൻകവും അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ കാണാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡെവലപ്മെൻറ്റിന് ആധാരമായ കാര്യങ്ങൾ ഏത് സെക്ടറാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നറിയാൻ ഈ ഡിവിഷൻ ഉപകരിക്കും. മൂന്നാമത്, ഇതിൽ ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റിയിലെ മൂന്നാമത്തെ ആയ സെക്ടറായ ടെർഷ്യറി സെക്ടർ, അതായത് സർവീസ് സെക്ടറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കി 2 സെക്ടേഴ്സായ പ്രൈമറി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറാണ്. അപ്പോൾ ആ സെക്ടറിൽ ആ പ്രൈമറി സെക്ടർ പുറകോട്ട് പോകുന്നത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഭൂഷണമല്ല. അപ്പോൾ അങ്ങനെ എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ സെക്ടറുകളിൽ വരുന്ന വ്യത്യാസം അറിയാനും ഈ പറയുന്ന ഡിവിഷൻ സഹായിക്കും. അപ്പോൾ പ്രാഥമികമായിട്ട് 3 പിന്നെ അതിൻ്റെ സബ് ഡിവിഷൻസുമാണ് സെക്ടേഴ്സിൽ പറഞ്ഞത്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ ആദ്യത്തെ സെക്ടറായ പ്രൈമറി സെക്ടർ എന്താണ് എന്നൊന്ന് പറഞ്ഞു പോവാം. ഇവിടെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ പറയുന്ന പ്രൈമറി സെക്ടറിൽ വരും. എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ടറാണ് പ്രൈമറി സെക്ടർ. It is called so because it forms the basis for all other products. മറ്റുള്ള പ്രോഡക്റ്റുകളുടെ ബേസിസ് എന്ന് പറയുന്നത് ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ പ്രൈമറി സെക്ടറാണ് മറ്റുള്ള 2 സെക്ടറിൻ്റെയും ബേസിസ് എന്നുള്ളത് കൊണ്ട് ഈ സെക്ടറിനെ പ്രൈമറി സെക്ടർ എന്ന പേര് വന്നു. നമ്മുടെ നാച്ചുറൽ പ്രോഡക്ട്സ് എല്ലാം തന്നെ കിട്ടുന്നത് അഗ്രികൾച്ചർ, ഡയറി ഫാം, ഫിഷിംഗ്, ഫോറസ്ട്രി ഇവയിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ സെക്ടറിനെ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ എന്നും പറയും. അതുപോലെ എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസും ഈ സെക്ടറിലാണ് വരുന്നത്. ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പ്രകൃതിയെ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പറ്റിയ സെക്ടറാണ് പ്രൈമറി സെക്ടർ. അപ്പോൾ രണ്ടാമത് സെക്കൻഡറി സെക്ടർ ഇതുമായിട്ട് ബന്ധം ഉള്ളത് തന്നെയാണ്. ഇവിടെ വ്യവസായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ് ഇവിടെ നടക്കുക. അതായത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് വഴി പ്രോഡക്ട്സ്, അതായത് നാച്ചുറൽ പ്രോഡക്ട്സിനെ മറ്റുള്ള പ്രോഡക്ട്സാക്കി മാറ്റുന്ന സെക്ടറാണ് ഈ സെക്ടർ. ഇപ്പോൾ പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വ്യാവസായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ പ്രക്രിയയെയും ഈ സെക്കൻഡറി സെക്ടറിൽ പെടുത്താം. ഉദാഹരണമായിട്ട് മിൽക്ക്
എടുക്കുന്നത്, പാല് ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൈമറി ആണെങ്കിൽ ആ പാലിൽ കൊണ്ടുള്ള ബൈ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ അത് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയാം. അതുപോലെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് കൊണ്ട് വേറെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നെങ്കിൽ അത് ഈ പറയുന്ന രണ്ടാമത്തെ സെക്ടറായ സെക്കൻഡറി സെക്ടറിലാണ് ഉൾപ്പെടുക. ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് ഫാക്ടറിയിലോ വീടുകളിലോ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഏർപ്പെട്ട് ഉൽപ്പാദനം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉള്ള എല്ലാം ഈ സെക്ടറിനകത്ത് വരും. അങ്ങനെ പല ഇൻഡസ്ട്രീസുമായി ബന്ധമുള്ളത് കൊണ്ട് ഈ സെക്ടറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും വിളിക്കും. ഈ 3 സെക്ടറുകളും പരസ്പര പൂരകങ്ങളാണ്. അടുത്ത മൂന്നാമത്തെ സെക്ടർ ഈ 2 സെക്ടറിനെയും സഹായിക്കുന്ന സെക്ടറാണ് ടേഴ്സറി. അപ്പോൾ ഇവിടെ സർവീസാണ് പ്രധാനം. അപ്പോൾ പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും രണ്ടിൻ്റെയും ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന സെക്ടറാണിത്. ഇവിടെ എന്തെങ്കിലും മാനുഫാക്ചറിങ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഗുഡ്സ് ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്ന സെക്ടറാണ് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേഴ്സറി സെക്ടർ. ഇവിടെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സെക്ടറിനെ സർവീസ് സെക്ടർ എന്നും കൂടി അറിയപ്പെടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രോഡക്റ്റ് പ്രൈമറി സെക്ടറിലെ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചാലും അല്ലെങ്കിൽ ആ പ്രോഡക്ട്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമാണ്. അതുപോലെ സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രിയൽ ഉൽപ്പാദിപ്പിച്ച് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് മൂവ് ചെയ്യണതിനോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുമായിട്ട് ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ഇപ്പോൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന IT മേഖല, ഇതെല്ലാം തന്നെ ഹെൽത്ത് കെയർ സെക്ടർ, ഇതെല്ലാം ടേഴ്സറി സെക്ടറാണ്. അപ്പോൾ ടേഴ്സറി സെക്ടർ എന്ന് പറയാൻ സർവീസ് സെക്ടർ ബാക്കി 2 സെക്ടറിനെയും എയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ടറാണ്. ഇങ്ങനെയാണ് 3 സെക്ടർ ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് ആക്ടിവിറ്റിയിൽ ഈ 3 സെക്ടർ. ആദ്യത്തെ പ്രൈമറി, അത് അഗ്രികൾച്ചർ സെക്ടർ എന്ന് വിളിച്ചു. രണ്ടാമത്തെ സെക്കൻഡറി ഇൻഡസ്ട്രിയൽ സെക്ടർ. മൂന്നാമത്തത് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേഴ്സറി സെക്ടർ. ഇനി ഓൺ ദ ബേസ് ഓഫ് പീപ്പിൾ എംപ്ലോയിഡിൻ്റെ ബേസിൽ 2 സെക്ടറാണ്, ഒന്ന് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് സെക്ടർ ആണെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ ഈസ് വൺ വെയർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആർ റെഗുലർ ആൻഡ് പീപ്പിൾ ഹാവ് അഷ്യൂർഡ് വർക്ക്. It is the part of the economy made up of businesses that are registered with the government and follow its guidelines. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ എല്ലാം ഈ പറയുന്ന ഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് സെക്ടറിനേക്കാളും ഈ ഓർഗനൈസ്ഡ് സെക്ടറിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനത്തിൽ കാര്യക്ഷമത കൂടുതലായിരിക്കും, അതുപോലെ ഉൽപ്പാദനക്ഷമതയും കൂടുതലായിരിക്കും. ഈ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകളിലേക്ക് പോയാൽ ഇവിടെ ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പം ഗവൺമെൻറ് ജോലിക്കാരെല്ലാം ഓർഗനൈസ്ഡ് സെക്ടറിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ജോലി എല്ലാ ദിവസവും ഉറപ്പായി ഉണ്ടാവും. അതുപോലെ ഫിക്സഡ് ആയിട്ടുള്ള വേജസ് അല്ലെങ്കിൽ സാലറി കിട്ടും, മന്ത്ലി സാലറി കിട്ടുന്നതുകൊണ്ട് ഫിക്സഡ് ആണ് വരുമാനം. പിന്നെ കൂടാതെ ചില ബെനിഫിറ്റ്സുകൾ ഈ ഓർഗനൈസ്ഡ് സെക്ടറിൽ മാത്രമേ ഉള്ളൂ. അതായത് പെയ്ഡ് ലീവ്സ്, സിക്ക് ലീവ്, മെഡിക്കൽ അലവൻസ് അല്ലെങ്കിൽ മെഡിക്കൽ പേയ്മെൻറ്റ് ഡ്യൂറിങ് ഹോളിഡേയ്സ്, മെഡിക്കൽ പേയ്മെൻറ്റ്, അതുപോലെ ഹോളിഡേയ്സിലുള്ള പേയ്മെൻറ്റ് എന്നിവ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് PF ഫെസിലിറ്റി, അവസാനം പെൻഷൻ വരെ ഉറപ്പ് നൽകുന്ന ഒരു സെക്ടറാണ് ഓർഗനൈസ്ഡ് സെക്ടർ. അപ്പം അറിയാം, ഇതൊന്നുമില്ലാത്ത, അതായത് സംഘടിതമായിട്ടല്ലാത്ത ഒരു സെക്ടറാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഈസ് വൺ വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ദി ഗവൺമെൻറ് and where the workers
have no regularly income and job. റെഗുലറായിട്ട് ജോബോ ഇൻകമോ ഇല്ലാത്ത ഒരു സെക്ടറാണ് നമുക്ക് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയാം. ദിസ് സെക്ടർ ഈസ് എ പാർട്ട് ഓഫ് ദ വർക്ക് ഫോഴ്സ് ദാറ്റ് ഈസ് നോട്ട് ഫോർമലി എംപ്ലോയിഡ് ഓർ പ്രൊട്ടക്റ്റഡ് ബൈ ട്രേഡ് യൂണിയൻസ്. ഇതിൽ കോൺട്രാക്ട് ലേബർ വരും, കാഷ്വൽ വർക്കേഴ്സ്, ഫാമിലി ഓൺഡ് ബിസിനസ് എന്നിവയെല്ലാം ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. ഗവൺമെൻറ് ഒരു കൺട്രോളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിലെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ലോ ഇൻകമാണ് ആദ്യത്തെ പ്രശ്നം അല്ലെങ്കിൽ ഡ്രോബാക്ക്. സ്റ്റേബിളായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ലെങ്കിൽ വരുമാനവും അതിനനുസരിച്ച് കുറവായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ അധീനതയിലല്ല എന്നുള്ളതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ ലെജിസ്ലേച്ചറിൻ്റെയും ട്രേഡ് യൂണിയൻ്റെയും ഒരു പ്രൊട്ടക്ഷനും ഇവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ സീസണൽ എംപ്ലോയ്മെൻ്റ് ആണ്. മിക്കവാറുമുള്ള ജോലികളെല്ലാം സീസണലാണ്, ഉള്ളപ്പോൾ ഉണ്ട് എന്നുള്ള കണ്ടീഷനിലുള്ള ജോലി. പിന്നെ ഡിസ്പേഴ്സ്ഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രോബാക്കാണ്. അതായത് ഈ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു നിയമവ്യവസ്ഥ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയാത്ത വിധം ഇവർ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും വ്യാപിച്ചിരിക്കുക. പിന്നെ ഇൻഫോർമൽ ആയിരിക്കും. ഇൻഫോർമൽ അതായത് യാതൊരു വിധത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റിയും ഒരു ബെനിഫിറ്റ്സും ഇവർക്ക് കിട്ടുന്നില്ല. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓർഗനൈസ് സെക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വർക്കേഴ്സ്, സ്വീപ്പേഴ്സ്, അതുപോലെ ട്രൈബൽ ലേബറേഴ്സ്, ഹാൻഡ്ലൂം ആൻഡ് പവർലൂം വർക്കേഴ്സ്, ഇവരെല്ലാം ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ അൺഓർഗനൈസ്ഡ് ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല പ്രോജക്റ്റും പരിപാടികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. അതായത് പെൻഷൻ സബ്സ്ക്രൈബേഴ്സിന് പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീം. അപ്പോൾ ഇത് അൺഓർഗനൈസ്ഡ് സെക്ടർ. അപ്പോൾ രണ്ട് സെക്ടറാണ് ആളുകൾ ജോലി ചെയ്യുന്ന ബേസിലുള്ള സെക്ടേഴ്സ്, ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിൽ പറയുകയാണെങ്കിൽ 3 സെക്ടറുണ്ട്. ഒന്ന് പബ്ലിക് സെക്ടർ, 2 പ്രൈവറ്റ് സെക്ടർ, 3 ജോയിൻറ്റ് സെക്ടർ. അതിൽ പബ്ലിക് സെക്ടർ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് ദാറ്റ് ആർ ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ ഇറ്റ്സ് ഏജൻസീസ് ആർ ദ പബ്ലിക് സെക്ടർ. ഗവൺമെൻറ്റിൻ്റെ അധീനതയിലും നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഏജൻസികളോ നടത്തുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെ പബ്ലിക് സെക്ടറിൽ ഉൾപ്പെടുത്താം. ഇവിടെ ഈ പ്രിമിസസ് ആൻഡ് അസറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ബിലോങ്സ് ടു ഗവൺമെൻറ് ആയിരിക്കും. അതുപോലെ ജനങ്ങളുടെ നന്മ ലക്ഷ്യമാക്കിയാണ് ഇവ പ്രവർത്തിക്കുക. ലാഭേച്ഛ എന്നുള്ളത് കുറവാണ്. ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ള അല്ല, നമ്മുടെ ജനങ്ങൾക്ക് സേവനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് എല്ലാം പബ്ലിക് സെക്ടറിനകത്ത് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ റെയിൽവേസ്, പോസ്റ്റ് ഓഫീസ്, LIC എല്ലാം പബ്ലിക് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നേരെ ഇതിൻ്റെ എന്താ പറയുക, അഗനിസ്റ്റ് ആയിരിക്കാം പ്രൈവറ്റ് സെക്ടർ. ഇൻഡസ്ട്രീസ് ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഫേംസ് ഫോംഡ് ബൈ ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ഇൻഡസ്ട്രീസ് ദാറ്റ് ആർ ഓൺഡ് by individuals or firms formed by individuals are called private sector. അപ്പോൾ ഈ സെക്ടറിൽ ഓർഗനൈസേഷൻ്റെ പ്രിമിസസും അസറ്റ്സും എല്ലാം തന്നെ സ്വകാര്യ വ്യക്തികളുടെയിലായിരിക്കും. ഏതെങ്കിലും കമ്പനിയുടെയോ ഇൻഡിവിജ്വലിൻ്റെ കയ്യിലോ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലാഭമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പരമമായ ലക്ഷ്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് എല്ലാം ഈ പറഞ്ഞ പോലെ ലുലു മാൾ അങ്ങനെയുള്ളതെല്ലാം തന്നെ പ്രൈവറ്റ് സെക്ടറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പ് ഏതെങ്കിലും ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലായിരിക്കും. അവസാനം ഈ 2 സെക്ടറും കൂടെ, അതായത് ജോയിൻറ്റ് സെക്ടറാണ്
പകുതി ഗവൺമെൻറ്റും പകുതി സ്വകാര്യ വ്യക്തികളുടെയും അധീനതയിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് എല്ലാം ജോയിൻറ്റ് സെക്ടറിലാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഇറ്റ്സ് എ പാർട്ണർഷിപ്പ് ബിസിനസ്. ദ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പബ്ലിക്കും അതുപോലെ പ്രൈവറ്റ് എൻ്റർപ്രൈസും കൂടെ ചേർന്നിട്ടുള്ള പാർട്ണർഷിപ്പാണ് ജോയിൻറ്റ് സെക്ടർ എന്ന് പറയുന്നത്. ഇവയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റീജിയൻ്റെ ഉന്നമനവും സാമ്പത്തിക കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതുമാണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന റീജിയണിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് മെയിനായിട്ടും ഈ പറയുന്ന ജോയിൻറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ പറയുന്ന രണ്ട് വിഭാഗവും ഗവൺമെൻറ് പകുതിയും അതുപോലെ സ്വകാര്യ വ്യക്തികൾ പകുതിയുമായിട്ട് ആയിരിക്കും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങും ഒരു തീരുമാനം എടുക്കാൻ കുറച്ച് ലേറ്റാവാൻ സാധ്യതയുണ്ട്. കാരണം ജോയിൻ്റ് ആയിട്ടുള്ളതാണ്. തീരുമാനം എടുക്കാനുള്ള പ്രോസസ്സിങ് ഗവൺമെൻറ് ലെവലിലും അതുപോലെ പ്രൈവറ്റ് ലെവലിലും ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ കൊച്ചിൻ റിഫൈനറീസ്, മദ്രാസ് റിഫൈനറീസ്, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കമ്പനി, അതുപോലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇതെല്ലാം തന്നെ ജോയിൻറ്റ് സെക്ടറിന് ഉദാഹരണമാണ്. ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും ഉണ്ട്, അതേസമയം പ്രൈവറ്റ് ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലും. അങ്ങനെയാണ് ജോയിൻറ്റ് സെക്ടർ പ്രവർത്തിക്കുക. അപ്പോൾ റിസ്ക് അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവർ രണ്ടും ജോയിൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇക്കണോമിക്സാണ് നമ്മൾ ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രക്രിയയിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രക്രിയയിൽ ഏർപ്പെടുന്ന സെക്ടേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.